പ്രശാന്ത് സർ, ഈ ശശി തരൂർ ചില വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച ശേഷം എവിടെയാണുള്ളത് എന്നൊരു ചർച്ചയുണ്ട്. കാര്യം, ശശി തരൂർ ഇപ്പോൾ CPM-നകത്തേക്ക് അല്ലെങ്കിൽ BJP-ക്ക് അകത്തേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളായിരുന്നു വളരെ സജീവമായി നിലനിന്നിരുന്നത്. പക്ഷെ അദ്ദേഹം തന്നെ അതിൽ ചില വ്യക്തതകളൊക്കെ വരുത്തി. താൻ എങ്ങോട്ടും പോകുന്നില്ല, കോൺഗ്രസിൽ തന്നെ നിൽക്കും. പക്ഷേ കോൺഗ്രസിനകത്തെ ചില തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾക്ക് താൻ അർഹനാണ്, തനിക്ക് അതിനുള്ള കഴിവുകളുണ്ട്, അത് വേണമെങ്കിൽ കോൺഗ്രസ് പരിഗണിക്കട്ടെ എന്നതായിരുന്നു ശശി തരൂരിന്റെ അവസാനത്തെ ഒരു കമന്റ് എന്ന് പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം ശശി തരൂർ കൃത്യമായി ഏത് മേഖലയിലേക്കാണ് നീങ്ങുന്നത്? അദ്ദേഹം ഈ കോൺഗ്രസിനുള്ളിലെ അതൃപ്തി, ആ അതൃപ്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംതൃപ്തനാണോ? പൊളിറ്റിക്കൽ സ്റ്റാൻഡൊക്കെ അദ്ദേഹത്തിൻ്റെ ക്ലിയർ ആണോ എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ശശി തരൂർ ഇപ്പോൾ എവിടെയാണ്? ശൂന്യാകാശത്തെന്ന് പറയും. ശശി തരൂര്, നമ്മൾ ഈ പറയുന്ന പോലെ ശശി തരൂർ രാഷ്ട്രീയത്തിൽ വന്നതൊക്കെ പാർത്തനറിയാമല്ലോ. അദ്ദേഹത്തെ കെട്ടിയിറക്കിയതാ. സോണിയാഗാന്ധി അന്ന് കെട്ടിയിറക്കി. ആരെങ്കിലും വേറെ അടിച്ചോണ്ട് പോവാണെങ്കിൽ അമൂല്യനിധിയെ ഞങ്ങൾക്ക് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ വിശ്വപോരൻ എന്നുള്ള പരിവേഷം കൊടുത്ത് നിർത്തിയിരുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് അന്ന് കേന്ദ്രമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ പാർലമെന്റ് സീറ്റ് കൊടുത്തു. ഇപ്പം അപ്പൊ ഈ വിശ്വപോരൻ എന്നുള്ള സാധനം, ആ കവചം വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഒരു പണിയും ചെയ്യാതെ, ഒരു ജോലിയും പാർലമെന്റ് അംഗം എന്നുള്ള രീതിയിൽ മണ്ഡലത്തിലും ചെയ്യാതെ പോകുന്ന, പറയാതിരിക്കാൻ നിർത്തി മണ്ഡലത്തിൽ ചെയ്യാതെ പോകുന്ന ഒരു ആളാണ്. ഈ 15 കൊല്ലം നമ്മൾ ഈ പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ഈ വിശ്വപൗരത്വവും വാചകോടിയും അല്ലാതെ ആ മണ്ഡലത്തിന്റെ വികസനത്തിന് ഉതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മാറ്റിമറിക്കത്തക്ക രീതിയിലൊന്നും വന്നിട്ടില്ല. ഇയാളാണ്. അപ്പം നമ്മൾ ഇയാളാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിനെന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ കൃത്യമായ ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, അതിന്റെ പുറത്ത് ഉണ്ടാക്കിയ ഒരു വിവാദമാണ്. അത് ശശി തരൂർ മാത്രം ഉണ്ടാക്കിയതാണ്. കാരണം ശശി തരൂര് ഈ പറയുന്ന പോലെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നു, കേന്ദ്രത്തിനെ അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ LDF ഗവൺമെന്റിനെ അനുകൂലിക്കുന്നു. അപ്പൊ ഇതിനെയൊക്കെ ഈ പറയുന്നത് പോലെ മറ്റെല്ലാത്തിനെക്കാട്ടിലും ഏറ്റവും മോശം പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. കോൺഗ്രസ് ഈ മുങ്ങിത്താഴുന്ന കപ്പലിൽ ആകപ്പാടെ ഒരു തുരുത്തെന്ന് പറഞ്ഞാൽ ഇനി കേരളമാണ്. ആ കേരളത്തിൽ എങ്ങനെയും പിടിച്ചു കയറാൻ പണിപ്പെടുമ്പോൾ ആകപ്പാടെ ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ കൂടുതലുള്ള കോൺഗ്രസ്, അതിനകത്ത് ഒരു ശശി തരൂരിലൂടെ വന്ന് ചാടിക്കൊടുക്കുമ്പോൾ ശശി തരൂരിന്റെ വർത്തമാനത്തിനകത്ത് ഈ വിശ്വപൗരൻ എന്നുള്ള പരിവേഷം ഉള്ളത് കൊണ്ട്, നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് കേരളം, ആ സംസാരം കേരളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് ലോകത്തിലേക്കും വ്യാപിക്കും. അത് വളരെ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും. അപ്പം ഈ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ഈ വിഷയം ഉരുത്തിരിക്കുന്നു, പലവട്ടം ഇദ്ദേഹത്തിന് ഇതുപോലെ വിഷയങ്ങൾ ഉരുത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് കോൺഗ്രസിൽ നിന്ന് വ്യക്തമായ ഒരു ഹൈപ്പ് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് കോൺഗ്രസ് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വലിയൊരു പൊസിഷനാണ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ പലഘട്ടങ്ങളിൽ അദ്ദേഹം KPC പ്രസിഡന്റ് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റ് അംഗം എന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിൽ ഒരു സംസ്ഥാനത്ത് ഇടപെടാൻ സാധിക്കുന്നില്ല. മാത്രമല്ല കേരളത്തിൽ തീരെ ഇടപെടാൻ സാധിക്കുന്നില്ല, ആരും കൊണ്ടു നടക്കുന്നു. അപ്പം അടുത്ത പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി NSS തയ്യാറായി. അപ്പോൾ ആ ഒരു പരിവേഷം അവിടെ നിപ്പുണ്ട്. മുഖ്യമന്ത്രി ആക്കാൻ കൊള്ളാവുന്ന ആളെന്ന് ഒരു വട്ടമെങ്കിലും അവതരിപ്പിച്ചപ്പോൾ ആൾക്കാരുടെ ഇടയിൽ പറച്ചിൽ തുടങ്ങി. ശശി തരൂർ എന്താ മുഖ്യമന്ത്രിയായ കോൺഗ്രസിന്റെ ഈ സാധനം. അപ്പൊ വീണ്ടും ഇത് ലൈൻ ലൈറ്റിൽ കൊണ്ടുവരികയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ അതിനകത്തൊരു വടംവലി ഉണ്ടല്ലോ. അപ്പോൾ ഞാനും എന്റെ ഭാഗമായി കൊള്ളട്ടെ എന്നുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. അപ്പൊ ആ പൊളിറ്റിക്സിനെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണവുമായിട്ട് വരുമ്പോൾ കോൺഗ്രസിനകത്ത് ഒരു തീരുമാനം ഉണ്ടാക്കി വെളിയിൽ പോകാൻ സാധിച്ചാൽ, ആ വെളിയിൽ പോകുന്ന കെയർ-ഓഫിൽ BJP-യുടെ എങ്ങാനും കൂടി ഇതുപോലെ നല്ലൊരു പൊസിഷൻ, കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ പുള്ളി ഉദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടുമല്ലോ. അപ്പം പുറത്താക്കുവാണെങ്കിൽ MP സ്ഥാനം നഷ്ടപ്പെടത്തില്ല, അപ്പൊ എനിക്ക് ക്യാബിനറ്റ് റാങ്ക് കിട്ടും, അപ്പോഴും എനിക്ക് നല്ലൊരു പോസ്റ്റ് കിട്ടും, അതോടുകൂടി രാഷ്ട്രീയം അവസാനിപ്പിക്കാമെന്നൊക്കെ കണ്ടിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് BJP വലിയൊരു പൊളിറ്റിക്സ് ആണ്. BJP ഈ ഇലക്ഷൻ സമയമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് പുറകെ നടന്ന് ഉപയോഗിച്ചേനെ. കാരണം ഇയാളെ ഉയർത്തി കാണിച്ച് വടക്കേ ഇന്ത്യയിലെല്ലാം അത്തരത്തിലൊരു സ്വാധീനമുണ്ട്. ഇപ്പൊ ഇയാളെ ഇതിനകത്ത് എടുത്തു വെച്ച് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കുന്നതിന് BJP കേരളത്തിൽ യാതൊരു ഗുണവുമില്ല. അത് നമ്മൾ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ BJP-യുടെ ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദേശീയ തലത്തിൽ നമ്മൾ ഈ പറയുന്ന മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ അമിത്ഷാ ചർച്ച ചെയ്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞ നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി രഹസ്യമാരും, ഇതൊക്കെ ചുമ്മാ വ്യാജമാണ്. ഒരു കൂടിക്കാഴ്ചയും ഈ പറയുന്ന കേരളത്തിലുള്ള നേതാക്കന്മാരും, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് BJP-ക്ക് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് ഏൽപ്പിച്ചിരിക്കുന്ന നേതാക്കന്മാരും ഒന്നും ഇദ്ദേഹത്തിന് ചർച്ച ചെയ്തിട്ടില്ല. ഇദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും നടക്കാതെ വരികയും, അപ്പൊ നടക്കാതെ വരുന്ന ഒരവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് ചർച്ച ചെയ്തെങ്കിലും ആ ചർച്ചയ്ക്കകത്തും കോൺഗ്രസ് യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. അപ്പം ഇനിയും ഇതിനകത്ത് പമ്മിയിരിക്കുകയും
വേണ്ടി ഒരു അവസരം വരുമ്പോൾ വീണ്ടും എടുത്തിയാടാന്നുള്ള രീതിയിലേക്കുള്ളൂ. അതായത് BJP എടുത്ത സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് BJPക്ക് യാതൊരു ഗുണവുമില്ല. BJPക്ക് ആകെ ഗുണമുണ്ടാകുന്ന ഒരു ശശി തരൂരിന്റെ ഒരു സീറ്റ്, നിരന്തരമായി ജയിച്ചു വരുന്ന ഒരു സീറ്റ്, തിരുവനന്തപുരം സീറ്റ്. ആ തിരുവനന്തപുരം സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ശശി തരൂരിനെ നിർത്തിക്കൊണ്ട് തന്നെ BJPക്ക് അതിനകത്തെ ആത്മാർത്ഥമായിട്ട് പരസ്പരം മത്സരമില്ലാതെ, BJPക്ക് അകത്ത് മത്സരമില്ലാതെ വാങ്ങി ആ ശശി തരൂർ പറയുന്ന എന്ത് ചെയ്യുന്ന ആ സീറ്റ് പിടിച്ചെടുക്കാം. ഈ പ്രാവശ്യമോ സാധ്യമായിരുന്നു. അത് BJPക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ശശി തരൂരിനെ കൊണ്ടുവരുന്നത് കൊണ്ട് ഒരു പാർലമെന്റ് സീറ്റ് പോലും BJPക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതുകൊണ്ട് BJPക്ക് ഒരു സീറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. BJPക്ക് ആ സീറ്റ് ഓക്കെയാണ്. ശശി തരൂർ മാറിയാൽ നാളെ കാലത്തെ ഒരുപക്ഷെ BJP കാൻഡിഡേറ്റ് തന്നെ ഉറപ്പായിട്ടും മത്സരിച്ചാൽ ജയിക്കുന്ന ഒരു സീറ്റാണ് ഈ പറയുന്ന തിരുവനന്തപുരം ഉൾപ്പെടെ. അപ്പം BJPക്ക് കേരളത്തിൽ ഉള്ള വളർച്ചയ്ക്ക് വളരെ കൃത്യമായിട്ട് ശശി തരൂർ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നതിനും, അല്ലെങ്കിൽ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് കേരളത്തിലെ വളർച്ചയ്ക്ക് യാതൊരു പ്രത്യേകതയും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ടാണ്, മാത്രമല്ല ഇദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവന്ന് BJPക്ക് കിട്ടേണ്ട നേതാക്കന്മാർക്ക് കിട്ടേണ്ട സാധ്യത, അല്ലെങ്കിൽ BJP നേതാക്കന്മാർ വളരെ കാലം കൊണ്ട് പാർട്ടിക്കകത്ത് നിൽക്കുന്നവർക്ക് കിട്ടേണ്ട സാധ്യത ഒന്നും മാറ്റുന്നതിന് വേണ്ടി ഇപ്പൊ കേന്ദ്രവും തയ്യാറത്. കേന്ദ്രത്തിനകത്ത് BJPക്ക് ഈ ശശി തരൂരിനെ ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രത്തിനകത്ത് ഇപ്പൊ ഇദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് വേറെ സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് നേതാക്കന്മാരുടെ പോരായ്മ വല്ലതും ഉണ്ടോ? ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് വെച്ച്, അല്ലെങ്കിൽ ഒരു MP കൂടെ വന്നാലേ ഭൂരിപക്ഷം കേന്ദ്ര സർക്കാരിന് തികയത്തുള്ളൂ എന്നുള്ള ഇതൊന്നും ഉണ്ടോ? അപ്പൊ ഇല്ല. അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന്റെ ഏക കാരണം കേരളമാണ്. കേരളത്തിൽ നിന്ന് BJP ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഇതിനകത്ത് യാതൊരു താല്പര്യം എടുത്തിട്ടില്ല. BJPക്ക് അകത്തേക്ക് മറ്റ് ഏത് നേതാക്കന്മാർ വന്നാൽ പോലും സ്വീകരിക്കാൻ എടുക്കുന്ന ഒരു നിലപാടും ഒരു മാനസികാവസ്ഥയൊന്നും കേന്ദ്രവും കേരളവും BJP ഘടകത്തിന്റെ കേന്ദ്രത്തിലെയും കേരളത്തിലെയും BJP ഘടകങ്ങൾ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് ആ പൂർണ്ണ പരാജയം ആണ് ശശി തരൂരിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കത്തിൽ കൂടി ശശി തരൂരിന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന വിശ്വപൗരത്വം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന BJPക്ക് അതൊരു വലിയ പൗരത്വമായിട്ടോ അല്ലെങ്കിൽ വലിയ കക്ഷിയായിട്ടോ ഒന്നും തോന്നുന്നില്ല. BJPക്ക് അകത്ത് ഇദ്ദേഹത്തെ കൊണ്ടുവന്നാൽ വേറെ ചില കാര്യങ്ങൾ മറനീക്കി പുറത്തു വരുന്നതിനും, പഴയ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് BJP എതിരെ നിന്നതിനകത്ത് BJP മറുപടി പറയേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നല്ലാതെ BJPക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തതുകൊണ്ടാണ് ശശി തരൂരിന്റെ പുറകിൽ BJP നിൽക്കാഞ്ഞത്. ശശി തരൂർ കളിക്കാത്തൊന്നും കോൺഗ്രസിനകത്തൊന്നും ശശി തരൂരിന് യാതൊരു ഗുണവും ഉണ്ടായില്ല. കോൺഗ്രസിനകത്തു നിന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇനിയും പ്രതീക്ഷിക്കാൻ പറ്റുന്നതും ശകലമെങ്കിലും സാധ്യതയോടുകൂടി നീങ്ങാൻ പറ്റുന്നതുമായിട്ടുള്ള ഒറ്റ പൊസിഷൻ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പദമാണ്. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് ചിലരെങ്കിലും സംശയിക്കുന്ന 2026 തെരഞ്ഞെടുപ്പാണ്. അല്ല, കേന്ദ്രത്തിൽ ഇനിയും അധികാരത്തിൽ വരത്തില്ലെന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ശശി തരൂരിന് അറിയാം. കോൺഗ്രസിന് കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉള്ള ഭാവിയെ പറ്റി ശശി തരൂരിന് അറിയാം. അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു ചാട്ടമായിരുന്നു. ഞാൻ പറയുന്നത് കൊണ്ട് കോൺഗ്രസ് എന്നെ പുറത്താക്കട്ടെ, പുറത്താക്കുമ്പോൾ BJPക്കാർ എടുത്തുകൊണ്ടുപോയി കേന്ദ്രമന്ത്രിയാക്കുമെന്നൊക്കെയുള്ള വിചാരമായിരുന്നു. അതിനൊക്കെ വിഘ്നം വരുന്ന ഒരവസ്ഥയാണ്. BJP, എന്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം അനുസരിച്ച് BJP ശശി തരൂരിനെ മൈൻഡ് ചെയ്ത ഒരവസ്ഥ പോലും ഇല്ല. അതുപോലെ തന്നെ ഇപ്പൊ CPM-ന്റെ അഭാഗം പറഞ്ഞൊക്കെ പറഞ്ഞു. CPM പോയാലും അറിയാമല്ലോ. കാരണം ഈ CPM എന്ന് പറയുന്ന പാർട്ടി നമ്മൾ എത്ര പറയുമ്പോഴും അതിനകത്ത് ചെല്ലുമ്പോഴേ ഏളെ പിടിച്ച് തലയൊന്നും പൊക്കത്തില്ല. അതിനകത്തോട് നിർത്തും, സ്വീകരിച്ച് അതിനകത്തോട് വളരെ ആഡംബരമായിട്ട് അങ്ങോട്ട് നിർത്തിയിട്ട് അതിനകത്തെ ചിട്ട അവർ പഠിപ്പിക്കും. എന്നിട്ട് ഈ പറയുന്നത് പോലെ കുറെ കാലം നിർത്തി കഴിഞ്ഞിട്ട് അവരുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് എന്തെങ്കിലും പോസ്റ്റുകൾ കൊടുക്കുന്നതല്ലാതെ ശശി തരൂർ ഉദ്ദേശിക്കുന്നത് പോലെ നാളെ കാലത്തെ 2026 മത്സരിക്കാൻ വേണ്ടി CPM തെരഞ്ഞെടുക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ശശി തരൂരൊന്നും വരത്തില്ല. ആ രീതിയിലുള്ള ഒരു നീക്കമൊന്നും ഈ പറയുന്ന CPM-ന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. അപ്പൊ BJP-യും CPM-ഉം ഒക്കെ തഴഞ്ഞ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടാത്ത ഇസ്പേഡ് ഏഴാം കൂലി ആയിട്ടുള്ള ഒരു നേതാവായിട്ട് ശശി തരൂർ മാറി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ശശി തരൂരിന്റെ മാന്യത കൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ നിൽക്കത്തേ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നുള്ള തീരുമാനമൊന്നുമല്ല ശശി തരൂരിനെ ആർക്കും വേണ്ട കോൺഗ്രസിന്. തീർച്ചയായിട്ടും ഇപ്പോൾ ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ശശി തരൂർ തന്നെ ഒന്ന് സ്വയം ഇരുത്തി ചിന്തിക്കട്ടെ, എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിലും താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന കാര്യത്തിലും മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.